കഥാപ്രസംഗ കലയ്ക്ക് ശനിദശ ആരംഭിക്കും മുമ്പേ കൊല്ലം ബാബു കഥ പറച്ചൽ അവസാനിപ്പിച്ചിരുന്നു. ആരോഗ്യ കാരണങ്ങളാലാണ് ഇദ്ദേഹം കഥാപ്രസംഗ വേദിയോട് വിട പറയുന്നത്. ആൾക്കൂട്ടങ്ങൾ ബാബുവിന്റെ കഥകൾക്കായി കാത്തിരിക്കുന്ന കാലത്ത് തന്നെ മാനസികോർജം കൊണ്ടു മാത്രം ഒരു കഥാപ്രസംഗ കലാകാരന് ശ്രോതാക്കൾക്ക് മുന്നിൽ നിൽക്കാനാവില്ല. കഥ പറയാൻ ശാരീരിക ആരോഗ്യം മുന്നിൽ നിൽക്കണമെന്ന് കൊല്ലം ബാബു ഉറച്ചു വിശ്വസിക്കുന്നു. പറഞ്ഞതിലുമേറെ കഥകൾ പറയാനിരിക്കുമ്പോഴാണ് അതിക്രമിച്ചു കയറി വന്ന രോഗം ഈ കാഥികനെ കൊണ്ട് നിർബന്ധിത അവധിയെടുപ്പിക്കുന്നത്. ഞാൻ കഥാപ്രസംഗം നിർത്തുന്നത് 1989 അന്ന് കഥാപ്രസംഗം വളരെ ഉയർന്ന നിലവാരത്തിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. ഞാൻ കഥാപ്രസംഗം നിർത്തുമ്പോൾ 160 കഥകൾ അടുത്ത വർഷത്തേക്ക് എൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സുഖമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തിയപ്പോൾ ഈ 160 കഥകളും ക്യാൻസൽ ചെയ്ത് അതിൻ്റെ അഡ്വാൻസ് മടക്കി കൊടുത്തിട്ടാണ് ഞാൻ നിർത്തുന്നത്. അതല്ലാതെ കഥാപ്രസംഗത്തിൻ്റെ അന്ന് യാതൊരു മൂല്യച്യുതിയും സംഭവിച്ചിരുന്നില്ല. കഥാപ്രസംഗം അന്ന് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ നിർത്തുന്നത്. പക്ഷെ പിന്നെ ഒരു 2-3 വർഷം പിന്നിട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് നിർത്തിയത് നന്നായി. കാരണം അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ കഥാപ്രസംഗത്തിന് സ്വാഭാവികമായിട്ട് ഒരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരുന്നു. അത് കലാരംഗത്തുള്ള ആസ്വാദനത്തിൻ്റെ വ്യതിയാനം കൊണ്ടാവണം, ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രത്യേകതയാകണം. പക്ഷേ നേരത്തെ നിർത്തിയതുകൊണ്ട് വന്ന സാമ്പത്തിക നഷ്ടം, ജീവിത ക്ലേശം എന്നൊക്കെ പറഞ്ഞ് പിന്നെ വളരെ വലുതായിരുന്നു എന്നുള്ളത് വേറൊരു വശം. എനിക്ക് നിർത്താനുള്ള ഏറ്റവും വലിയ പ്രേരണ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു തലകറക്കം വരുമായിരുന്നു. അപ്പം ഞങ്ങളെ കലാകാരന്മാരെ സംബന്ധിച്ച് പൊതുവെ ഒരു ധാരണ പൊതുജന മധ്യത്തിലുണ്ട്. കഥാപ്രസംഗനായാലും നാടകക്കാരനായാലും അവന്മാർ മദ്യപിച്ചുകൊണ്ടാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഞാൻ 35 വർഷം കഥ പറഞ്ഞ സമയത്ത് ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി പോലും മദ്യപിച്ചുകൊണ്ട് ഞാൻ കഥ പറഞ്ഞിട്ടില്ല. അത് വളരെ സത്യസന്ധമായിട്ടും അഭിമാനത്തോടുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പക്ഷേ തലകറങ്ങി സ്റ്റേജിൽ ഇരിക്കേണ്ടി വന്നാൽ ഈ ജനം പറയും, അവൻ വെള്ളം അടിച്ചുകൊണ്ട് വന്ന് പറഞ്ഞതെന്ന് പറയും. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഞാൻ കഥാപ്രസംഗം നിർത്തുന്നത്. ആ ഒരു ഭയം കൊണ്ടാണ്. അല്ല, എൻ്റെ ശബ്ദത്തിന് ഞാൻ കഥാപ്രസംഗം നിർത്തുന്ന കാലത്ത് യാതൊരു വൈകല്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കഥാപ്രസംഗ രംഗത്ത് തുടരാൻ ശാരീരിക വിഷമങ്ങൾ തടസ്സം നിന്നപ്പോഴും കലാരംഗത്തു നിന്നും മാറി നിൽക്കാൻ കൊല്ലം ബാബു ഇഷ്ടപ്പെട്ടില്ല. സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് തുടങ്ങി കലാപ്രവർത്തനം തുടരുകയായിരുന്നു. അഭിനേതാക്കളുടെ കൂട്ടായ്മയിൽ തുടങ്ങിയതാണ് കൊല്ലം യവന എന്ന നാടക സമിതി. കൂടുതൽ മൂലധന നിക്ഷേപം ആവശ്യമുള്ള നാടക ട്രൂപ്പ് ഇദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് സമ്മാനിച്ചത്. ഇന്ന് വാടക വീട്ടിലാണ് ഇദ്ദേഹവും കുടുംബവും. ഞാൻ നാടകരംഗത്തേക്ക് വരുന്നത് 82 അന്ന് ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന കഥാപ്രസംഗകരിൽ ഒരു പക്ഷേ 2ാം സ്ഥാനക്കാരനാണ്. ഞാൻ പറഞ്ഞല്ലോ സാംബശിവൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കലാരംഗത്ത് വരുന്നത് നാടകം അഭിനയിച്ചുകൊണ്ടാണെന്ന്. ആ ഒരു ആഭിമുഖ്യം കടന്നു. പിന്നെ നാടകകലാകാരന്മാരൊക്കെ അന്നത്തെ പേരെടുത്ത കലാകാരന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവരുടെ 1-2 പേരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സത്യത്തിൽ ഞാൻ നാടക ട്രൂപ്പ് തുടങ്ങാനുള്ള കാരണം. അതിന് എൻ്റെ സ്നേഹിതന്മാർ പലരും എനിക്ക് പിൻബലം തന്നു. അണ്ണൻ തുടങ്ങണം, ഞങ്ങളെ സഹായിക്കണം എന്ന് 1-2 നടീനടന്മാർ പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് നാടകരംഗത്തെത്തുന്നത്. ഒരു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ നാടകരംഗത്തെത്തിയിരുന്നില്ലെങ്കിൽ കഥാപ്രസംഗം പറഞ്ഞുണ്ടാക്കിയ സമ്പത്തുകളൊക്കെ സൂക്ഷിച്ച് സുഖമായിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു. നാടകരംഗത്തിറങ്ങി ഏറെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. എന്നാൽ നാടകം കൊണ്ട് അങ്ങനെ ഒരുപാട് നഷ്ടം വന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നെന്നും പറയാൻ കഴിയില്ല. കാരണം എൻ്റെ ട്രൂപ്പ് യവന എന്നാണ് പേര്, യവന കൊല്ലം. ആ ട്രൂപ്പ് കഴിഞ്ഞ 29 വർഷമായിട്ട് നിലനിൽക്കുന്നു. ഈ 29 വർഷക്കാലത്തിനിടയിൽ ശരാശരിയുള്ള നാടകാവതരണം എന്ന് പറയുന്നത് 200. അപ്പോൾ 200 നാടകം കളിക്കുന്ന നാടക സമിതിക്ക് ഒരു കാരണവശാലും നഷ്ടം വന്നു എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ എങ്ങനെ ബാധ്യതക്കാരനായി, എങ്ങനെ കടക്കാരനായി എന്ന് ചോദിച്ചാൽ 1989 ഞാൻ കഥാപ്രസംഗം നിർത്തി. യാതൊരു മുതൽ മുടക്കില്ലാത്ത ബിസിനസ്സായിരുന്നു അത്. നാടകം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ടി വന്നു. അപ്പോൾ ആ മുതൽ മുടക്കില്ലാത്ത വ്യവസായം നിന്നുപോയി. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം നിലച്ചു. പക്ഷെ പിന്നെ നാടകത്തിലേക്ക് വന്നപ്പോൾ അതിന് മുതൽ മുടക്ക് വന്നു. അതിന് കയ്യിൽ പണമില്ലാതെ ഒന്ന് പരീക്ഷയ്ക്ക് എടുത്തു.
അപ്പോൾ പലിശയും മുതലും എല്ലാം കൂടെ ചേർത്തൊക്കെ വന്നപ്പോൾ അത് ആത്യന്തികമായി പറഞ്ഞാൽ നഷ്ടത്തിൽ കലാശിച്ചു. ഇതാണ് സംഭവിച്ചത്. നന്നായി കഥ പറയാൻ അറിയാവുന്നവരെല്ലാം നല്ല കാഥികരാകില്ല. അതിന് മറ്റു ചില കഴിവുകൾ കൂടി ഒപ്പം ചേർന്ന് നിൽക്കണം. അഭിനയത്തിന്റെ വ്യാകരണവും ആഴത്തിൽ അറിഞ്ഞിരുന്നതുകൊണ്ടാവണം കൊല്ലം ബാബു കാണികളുടെ കയ്യടികൾ ഏറെ നേടിയത്. കഥാപ്രസംഗ രംഗത്തെ പ്രശസ്തി ഈ കലാകാരനെ സിനിമയിലും എത്തിച്ചു. സിനിമയിൽ കൂടുതൽ വേഷങ്ങൾക്കായുള്ള അന്വേഷണത്തിന് ശ്രമിക്കാതെ സ്വന്തം കർമ്മമണ്ഡലത്തിൽ ശ്രദ്ധ വയ്ക്കുകയാണ് അപ്പോഴും ഇദ്ദേഹം ചെയ്തത്. ഒരു കഥാപ്രസംഗക്കാരനാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സിനിമാ നടനാകാം, ഗായകനാകാം, നടനാകാം. പക്ഷെ ഒരു കഥാപ്രസംഗക്കാരനാകണമെങ്കിൽ ഒരു 8-10 യോഗ്യതകൾ അയാൾക്കുണ്ടായിരിക്കണം. ഫസ്റ്റിൽ തന്നെ നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ കാഥികൻ കാണാൻ അല്പം സുമുഖനായിരിക്കണം. അപ്പോൾ ജനം പറയാം, അവിടെ കാഥികനെ കാണാൻ കൊള്ളവിടെ. അത് കഴിഞ്ഞ് അയാൾ സംപൂജ്യരായ ഗുരുജനങ്ങളെ എന്ന് വിളിക്കുമ്പോഴുള്ള ശബ്ദം, ആ ശബ്ദ മാധുര്യം, അത് നല്ല ശബ്ദമായിരിക്കണം. അപ്പം 2 ഘടകങ്ങളായി. ഈ സംപൂജ്യരായ ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ സംപൂജ്യരായ ഗുരുജനങ്ങളെ എന്നായിപ്പോയാൽ എന്ന് ജനം പറയും. പിന്നെ സത്യത്തിൽ പറയുന്ന കഥ പാടുക, പറയുക, അഭിനയിക്കുക, അത് തന്നെ ഒരു കഥയിൽ തന്നെ എത്ര കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കേണ്ടത്, അതിനുള്ള വിവിധ ഭാവങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ വിവിധ ഭാവങ്ങൾ ആവിഷ്കരിക്കണം. ഇതെല്ലാത്തിനും കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു തികഞ്ഞ കലാകാരനെ കൊണ്ടേ കഴിയൂ. അങ്ങനെ അത്രത്തോളം പ്രതിഭയില്ലാത്ത ആളുകൾ പിൽക്കാലത്ത് വരാത്തത് കൊണ്ട് തന്നെയാണ് കഥാപ്രസംഗം ശ്രദ്ധിക്കപ്പെടാതെ പോയത്. ഞാൻ എന്നും ഒരു നടൻ എന്നുള്ള നിലയിലോ നാടക സംഘാടകൻ എന്നുള്ള നിലയിലോ വലുതാവാൻ ആഗ്രഹിച്ച ആളല്ല. ഞാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോഴും എന്നെ അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്, കാഥികൻ കൊല്ലം ബാബു. ആ ബിരുദം തന്നെയാണ് ഏറ്റവും വളരെ വലുതെന്നാണ് എൻ്റെ വിശ്വാസം. മരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനിയൊരു കഥ പറയാനൊക്കെ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം രണ്ടുപേരും പാടാനോ നിന്ന് പറയാനോ ഒന്നും ഇനി കഴിയില്ല. കാരണം ഈ അപ്രതീക്ഷിതമായി ബന്ധത്തുന്ന ചില അസുഖങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ രംഗത്ത് ഇനി വരാനും ഉദ്ദേശിക്കുന്നില്ല. വന്നാലിട്ട് എനിക്ക് ശോഭിക്കാനും കഴിയില്ല. കഥാപ്രസംഗ രംഗത്ത് നിന്നൊരു കഥാപ്രസംഗത്തിന് നേടാവുന്നതിലധികം പണം നേടിയ ആളാണ് ഞാൻ. പക്ഷേ ആ പണം ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് മാത്രമല്ല വിനിയോഗിച്ചത്. ഒരു കുടുംബത്തിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടണം എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തകർന്നടിഞ്ഞ് കിടന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്, ഏറെ സഹായിച്ചു. ആ സഹായിച്ചതുകൊണ്ടാണ് ആ കുടുംബം കരകയറി വന്നത്. ഇപ്പോൾ ആ കുടുംബക്കാരൊക്കെ ഒരുവിധം നല്ല നിലയിലൊക്കെയാണ്. പിന്നെ ഞാൻ സാമ്പത്തികമായിട്ട് തകർന്നു. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സെൻറ്റ് ഭൂമിയില്ല, 1 രൂപ ബാങ്ക് ബാലൻസ് ഇല്ല. എൻ്റെ മക്കൾ തരുന്ന പണം കൊണ്ട്, അല്ലെങ്കിൽ അവരെന്നെ അന്വേഷിക്കുന്നതുകൊണ്ട് ഞാൻ അല്ലലില്ലാതെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം. കഥാപ്രസംഗമായിട്ട് മുന്നോട്ട് പോകാനൊക്കില്ല. ഇപ്പോൾ ഉള്ള നാടക ട്രൂപ്പുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം. അത് നഷ്ടത്തിലാണ്. അപ്പോൾ ചോദിക്കാം, ഈ നഷ്ടത്തിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് എന്താണ് ഇനി മുമ്പോട്ട് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കലാരംഗത്തിറങ്ങിയിട്ട് 50 വർഷം കഴിയുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഏറി വന്നാൽ എത്ര കാലം ജീവിതം ഉണ്ടാവും. അപ്പോൾ കലാകാരനായിട്ട് തുടങ്ങി, കലാകാരനായിട്ട് തന്നെ മരിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ആ രംഗത്ത് ഞാൻ ഇപ്പോഴും നിൽക്കുന്നു. കലാ ആസ്വാദകയായ ഭാര്യ ജീവിതത്തിൽ എന്നും ഈ കാഥികന് പിന്തുണയായുണ്ട്. മക്കളും പേരക്കുട്ടികളും അടങ്ങിയ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ നഷ്ടപ്പെടലുകളെല്ലാം ഇദ്ദേഹം മറവിയിലേക്ക് മാറ്റി നിർത്തുന്നു. സ്നേഹസമ്പന്നമായ കുടുംബമാണ് ഇന്ന് ഈ കാഥികന്റെ വലിയ സമ്പാദ്യം. എൻ്റെ വീട്ടുകാരിയും കൂട്ടുകാരിയും സഹധർമ്മിണിയും പേര് കൃഷ്ണകുമാരി, ഞാൻ കൃഷ്ണ എന്ന് വിളിക്കും. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്തത് കല്യാൺ കൃഷ്ണൻ, അയാൾ ട്രിവാൻഡ്രത്ത് പബ്ലിക് ലൈബ്രറിയിലെ ഉദ്യോഗസ്ഥനാണ്. രണ്ടാമത്തെ മകൾ ആരതി ഗവൺമെൻറ് സർവീസിൽ UD ക്ലാർക്കായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. മൂന്നാമത്തെ മകൻ ഹരികൃഷ്ണൻ, അദ്ദേഹം BSc നഴ്സിംഗ് പാസ്സായിട്ട് നിൽക്കുന്നു, ജോലിയൊന്നും ആയിട്ടില്ല. ഇതാണ് എൻ്റെ കുടുംബവിശേഷം. കുടുംബജീവിതം തുടങ്ങിയത് ഞാൻ കലാകാരനായതിനു ശേഷമാണ്. പക്ഷേ എൻ്റെ സഹധർമ്മിണി കലാകാരിയല്ല, എങ്കിലും കലയോട് ഇഷ്ടക്കേടൊന്നുമില്ല. കലാരംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും ഒരു തണലുമൊക്കെ ആയിട്ടെന്നും നിലനിന്നിട്ടുണ്ട്. കാഥികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം എനിക്കുണ്ട്. സ്നേഹിച്ചു പോയാൾ